afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മള് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് മാറി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നിട്ട് അതാണ് കാണാതെ ആ സുഖമുണ്ട്. എനിക്ക് ഒരു എടുത്തു എന്ന് പറയോ? ജോബ് പ്രൊട്ടക്ഷൻ വരെയല്ലേ? PDF കാണാം. ജോബ് പ്രൊട്ടക്ഷൻ പറഞ്ഞല്ലേ? ജോബ് എൻറിച്ച്മെന്റ് എന്താണ്? ജോബ് എൻറിച്ച്മെന്റ് ചാപ്റ്റർ നമ്പർ 3. നമ്മള് ആദ്യത്തെ ചാപ്റ്റർ കുറച്ച് തീരുമാനിക്കുന്നത് ജോബ് റൊട്ടേഷൻ എന്താണ്? ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ജോലി സമ്പുഷ്ടമാക്കുക. It's a form of changing or improving a job so that a worker is likely to be more inspired. It's a vertical expansion of the roles, responsibilities, authority. Employees is provided with opportunity for greater recognition, advancement, growth and responsibility. The goal of job enrichment is not just to make the work more varied, but to turn every employee into a manager. Job enrichment എന്ന് പറഞ്ഞാൽ എന്താണ്? Changing or improving a job. Job change ചെയ്യുക, പക്ഷേ improve ചെയ്യുന്ന ഒരു മെത്തേഡ് ആണത് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാല്. വെർട്ടിക്കൽ എക്സ്പാൻഷൻ ഇതൊരു ലംബമായിട്ടുള്ള വികസനമാണ്. ജോലി കുറച്ചുകൂടി എന്താണ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ മെത്തേഡ്സ് കുറച്ചുകൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് അതിന്റെ റോൾസ്, റെസ്പോൺസിബിലിറ്റീസ്, അതോറിറ്റിയിൽ എന്താണ് കുറച്ചുകൂടി ചേഞ്ച് ചെയ്യാം.
ഒരേ സെയിം വർക്ക് തന്നെയല്ല, ആ വർക്കിൽ തന്നെ എന്താണ് കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത്. റെസ്പോൺസിബിലിറ്റീസിലും പ്രോസസ് ഒക്കെ എന്താണ് കുറച്ച് വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത്. ആ ഒരു മെത്തേഡാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് എംപ്ലോയീസ് പ്രൊവൈഡഡ് ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രേറ്റർ റെക്കഗ്നീഷൻ, അവർക്ക് നല്ല ഗ്രേറ്റർ റെക്കഗ്നീഷനും അഡ്വാൻസ്മെന്റും ഗ്രോത്ത് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും ആയിരിക്കും ഓരോ എംപ്ലോയീസിനും ഉണ്ടായിരിക്കുക. ഇനി ഒരു ഗോൾ എൻറിച്ച്മെന്റിന്റെ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ എംപ്ലോയീസിനെയും ഒരു മാനേജർ പൊസിഷൻസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഒരു ജോബ് എൻറിച്ച്മെന്റിന്റെ ഗോൾ എന്ന് പറഞ്ഞ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ എംപ്ലോയീസിനെയും എവറി എംപ്ലോയീസിനെ മാനേജർ പൊസിഷൻ, ഒരു മാനേജറാക്കി മാറ്റുക എന്നുള്ളതാണ് ഇത് ജോബ് എൻറിച്ച്മെന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഓർ ഇംപ്രൂവിംഗ് എ ജോബ് എന്നാണ് കേട്ടോ. ഒരു ജോലി ചേഞ്ച് ചെയ്യാനായിട്ട് ഇംപ്രൂവ് ചെയ്യുകയോ ചെയ്യുക. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ എംപ്ലോയീസിനെയും ഒരു മാനേജറാക്കി മാറ്റുക, ഹെഡ് ഓഫ് പൊസിഷൻസിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ജോബ് എൻറിച്ച്മെന്റ് അഥവാ ജോലി സമ്പുഷ്ടമാക്കുക എന്ന് പറയുന്ന പ്രക്രിയ. ഓക്കെ, അടുത്തത് റീഇൻഫോഴ്സ്മെന്റ്. റീഇൻഫോഴ്സ്മെന്റ് റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? റീഇൻഫോഴ്സ് ചെയ്യാന്ന് പറഞ്ഞാല് അത് കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആക്കുക എന്നുള്ള പിരിയാണ് കേട്ടോ. പവർഫുൾ മോട്ടിവേഷൻ പോളിസ് റീഇൻഫോഴ്സ്മെന്റ്. ആളെ റീഇൻഫോഴ്സ് ചെയ്യുന്ന സമയത്ത് എന്താണ്? കുറച്ചുകൂടി കോൺഫിഡൻസ് കൊടുക്കും അല്ലെ. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ടു പ്രിൻസിപ്പിൾസ്. ഇവിടെ ടു പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞ് മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട്. രണ്ട് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നോക്കിയത് കേട്ടോ. ഒരാളെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റും, രണ്ട് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ പറ്റും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പോസിറ്റീവ് റിവാർഡ്സുകൾ കൊടുത്തുകൊണ്ട് അല്ലെ, that behavior it seems to lead to a positive consequence. അതായത് റിവാർഡ്സുകളോ മറ്റു കോമ്പൻസേഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എന്താണ് ആൾക്ക് കുറച്ചുകൂടി എന്താണ് മോട്ടിവേഷൻ കൂടും, ആൾ കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നെഗറ്റീവ് ബിഹേവിയർ കാണിക്കുമ്പോഴോ, നെഗറ്റീവ് ബിഹേവിയറിന് എന്തായിരിക്കും കൊടുക്കുന്നത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വരുമ്പോ എന്തൊക്കെ കോൺസിക്വൻസസ് ആണ്? പണിഷ്മെന്റ് കൊടുക്കും നമ്മൾ അല്ലെ. എംപ്ലോയീസിന് പണിഷ്മെന്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടുള്ള കോൺസിക്വൻസസ് വരുന്ന സമയത്ത് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും? ആ എംപ്ലോയീസിന് പണിഷ്മെന്റ് ശിക്ഷ കൊടുക്കും. എന്തെങ്കിലും തരത്തിലുള്ള കുറച്ച് കാലാവധി ചിലപ്പോൾ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിന് വേറെ ഡിപ്പാർട്ട്മെന്റിലേക്ക് താൽക്കാലികമായിട്ട് മാറ്റുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് എന്ത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നിങ്ങൾ എവിടെ ഇങ്ങനെ എഴുതി വെച്ചേ? പോസിറ്റീവിന്റെ അവിടെ ഇവിടെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് എഴുതാം. എയുടെ നേരെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് എഴുതാം, ബിയുടെ നേരെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് എഴുതാം. ഒരു എംപ്ലോയീസിന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം എങ്ങനെയാണ്? ആൾക്ക് റിവാർഡ് കോംപ്ലിമെന്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? റീഇൻഫോഴ്സ് ചെയ്യുന്നത് ആളെ. ഇനി നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന സമയത്താണ് എന്ത് കൊടുക്കുന്നത്? പണിഷ്മെന്റ് കൊടുക്കുന്നത് അല്ലെ, ട്രാൻസ്ഫർ അതുപോലെ ഡിസ്മിസലൊക്കെ കൊടുക്കുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കാണിക്കുന്ന സമയത്താണ്. ഓക്കെ, therefore it is possible to influence people's behavior only by providing the properly scheduled rewards. അതിനാൽ എന്താണ്? ശരിയായിട്ട് ഷെഡ്യൂൾ ചെയ്ത രീതിയിലായിരിക്കണം എംപ്ലോയീസിന് എന്ത് കൊടുക്കേണ്ടത്? അവരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്, അവരുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത് ശരിയായിട്ടുള്ള രീതിയിലുള്ള ഷെഡ്യൂൾഡ് ആയിട്ടുള്ള പ്രോഗ്രാംസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ത്? ഓരോ റിവാർഡ്സുകളും ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം എംപ്ലോയീസിന് കൊടുക്കാനായിട്ട്. ഓക്കെ, ഇത് ശരിയായിട്ടുള്ള പ്രതിഫലം. റിവാർഡ്സ് മീൻസ് പ്രതിഫലം എന്നുള്ള മീനിങ് കേട്ടോ. അപ്പൊ റീഇൻഫോഴ്സ്മെന്റ് രണ്ട് തരത്തിലുണ്ട്. അത് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും ഒരു പവർഫുൾ ആയിട്ടുള്ള മോട്ടിവേഷൻ ആണ്. അതായത് രണ്ട് രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റിലൂടെ നമുക്ക് എന്ത് കൊടുക്കാം? റിവാർഡ്സുകള്, കോംപ്ലിമെന്റ്സുകള്, മറ്റ് ബെനിഫിറ്റ്സുകളൊക്കെ നൽകിയിട്ട് അവർക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷൻ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാൻ സാധിക്കും. ഇനി ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ബിഹേവിയർ കാണിക്കുകയാണെങ്കിൽ, നെഗറ്റീവ് കോൺസിക്വൻസസ് ആണ് കാണിക്കുന്നതെങ്കിൽ എന്താണ്? ആൾക്ക് എന്ത് കൊടുക്കാം?
എന്താണ് എംപ്ലോയീസിന് കൊടുക്കുന്നത്? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കാണിച്ചാല് എന്താണ്? യെസ്, പണിഷ്മെന്റ് കൊടുക്കുന്നു, ഡിസ്മിസൽ കൊടുക്കുന്നു. ഓക്കെ. ഇനി ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇറ്റ് മീൻസ് ഡിഫറെന്റ് ടു ഡിഫറെന്റ് പേഴ്സൺസ്. ഇറ്റ് മീൻ എന്താണ് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നത്? ഓരോ ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവർക്കും ഓരോ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെ? അവര് ഡിഫറെന്റ് പേഴ്സൺസ് ആയിരിക്കും, പല പല വ്യക്തികളായിരിക്കുള്ളൂ. അപ്പൊ എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള അനുഭവങ്ങളും കാര്യങ്ങളും ആയിരിക്കുള്ളൂ. ഇറ്റ് മേ മീൻ ഓപ്പർച്യൂണിറ്റീസ് ഫോർ അഡ്വാൻസ്മെന്റ്, creative tasks and a successful career to young entrant. Flexible working hours, limited risk system. The employees are free to choose within certain limitations at what time they begin and quit their job each day. ഈ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്ന് പറയുന്നപ്പോ ഒരു സ്ഥാപനത്തിൽ പല പല ആൾക്കാരായിരിക്കും വർക്ക് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ വ്യത്യസ്ത വ്യക്തികളാണ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിരിക്കാം. അവർക്ക് എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകൾ കൊടുക്കും, അല്ലെ? ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് എന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കും. അവരുടെ കരിയർ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് എന്ത്, പ്രത്യേകിച്ച് യങ് എൻട്രൻസിന്, അതായത് ഫ്രഷേഴ്സിനാണ്, അല്ലെ? ഫ്രഷേഴ്സിനാണ് ക്രിയേറ്റീവ് ടാസ്കുകളൊക്കെ ആദ്യമേ കൊടുക്കും. ഓക്കെ, അതൊക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള കുറച്ച് തന്ത്രങ്ങളാണ്, മാനേജ്മെന്റിന്റെ ടെക്നിക്സ് ആണ് അതൊക്കെ. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കും, അല്ലെ? ഇത്ര സമയം ലെഷർ ടൈം, ഇത്ര സമയത്ത് എന്താണ് ഇത്ര സമയം വർക്ക് ചെയ്താൽ മതി, ഇത്ര സമയത്ത് അവർക്ക് മറ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ഒരു ലെഷർ ടൈം കൊടുക്കുകയാണ്. ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് ആയിട്ട് കൊടുക്കുന്നു. പിന്നെന്താണ് എംപ്ലോയീസ് ടു ഫ്രീ ടു ചൂസ്, അവർക്ക് ചൂസ് ചെയ്യാനുള്ള, അല്ലെ, എന്തും സെലക്ട് ചെയ്യാനുള്ള ഒരു ഓഫർ കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് limitations at what time they begin and quit their job each day. ഏത് ടൈമിൽ വേണമെങ്കിലും, ഇപ്പൊ ചില ഫ്രഷേഴ്സിനൊക്കെ ചിലപ്പോ ഒരു എന്താണ് ഇന്ന ടൈമിൽ മാത്രം വർക്ക് ചെയ്താൽ മതിയായിരിക്കും, ഇന്ന അവേഴ്സ് ഇത്ര അവേഴ്സ് മാത്രം അവർക്ക് വർക്ക് ചെയ്യാൻ മതിയായിരിക്കും. അവരുടെ ആവശ്യാനുസരണം അവർക്ക് ആ ജോലിയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനോ എപ്പൊ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഇന്ന അവേഴ്സ് ആണെങ്കിൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു എന്താണ് ഒരു ഫ്രീ ടൈം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. എപ്പൊ വേണമെങ്കിലും വർക്ക് തുടങ്ങാം, എപ്പൊ വേണമെങ്കിലും അവർക്ക് ആ വർക്ക് അവസാനിക്കാം. ഇത്ര മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ മതി എന്നുള്ളത് ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ചൂസ് ചെയ്യാനുള്ളൊരു അവസരമാണ് എന്ത്, അങ്ങനെ ഒരു പ്രത്യേക ഒരു സർട്ടൺ ലിമിറ്റേഷൻസ് കൊടുക്കുക, ടൈമിന് ഒരു ലിമിറ്റേഷൻസ് കൊടുത്തിരിക്കും. അപ്പൊ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ അവർക്ക് അവരുടെ വർക്ക് ചെയ്ത് തീർത്താൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയില്ല, അല്ലെങ്കിൽ എന്താണ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടെക്നിക്സ് ആണ്, മാനേജ്മെന്റ് ടെക്നിക്സ് ആണ്. എന്താ അവർക്ക് ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് കൊടുക്കുന്നത്, ടൈമിന് പ്രത്യേകിച്ച് ഒരു ടൈം ലിമിറ്റ് കൊടുക്കാത്തത്, മോർ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എംപ്ലോയീസിനെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് മാനേജ്മെന്റ് ടെക്നിക്സ് ഡിസൈൻ ടു ഇൻക്രീസ് മോട്ടിവേഷൻ. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരം ടെക്നിക്സുകൾ ഉപയോഗിക്കുന്നത്. ആദ്യം എന്തൊക്കെയായിരുന്നു? ഫിനാൻഷ്യൽ മോട്ടിവേഴ്സ് എന്തൊക്കെയായിരുന്നു? സാലറി, ബോണസ്, പ്രോഫിറ്റ്, ഷെയറിംഗ്, അതൊക്കെയാണ് ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്, അല്ലെ? ഇനി നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആണ് നമ്മൾ ഇപ്പൊ പറഞ്ഞത്, അല്ലെ? മറ്റത് പണവുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ? ഇത് നോൺ ഫിനാൻഷ്യൽ ആണ്. അതിൽ എന്തൊക്കെ വരുന്നു? അപ്രീസിയേഷൻ, പ്രൈസ് ആൻഡ് പ്രസ്റ്റീജ്, സ്റ്റാറ്റസ് ആൻഡ് പ്രൈഡ്, കോമ്പറ്റീഷൻ, delegation of authority, participation, job enlargement, job rotation, job enrichment, reinforcement and quality of work life. ഇത്തരം കാര്യങ്ങൾ എന്തിൽ ഉൾപ്പെടുന്നത്? നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിലാണ് കേട്ടോ. നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സിലാണ് ഇത്രയും പോയിന്റ്സുകൾ ഉൾപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് എംപ്ലോയ് മൊറൈൽ. Employee morale. What is morale? Morale എന്ന് പറഞ്ഞാൽ എന്താ? ധാർമ്മികത, അല്ലേ? Morale means a feeling of enthusiasm, zeal, confidence in individual or groups that they will be able to handle the task allotted to them. അല്ലെ? മൊറൽ മീൻസ് എന്ന് പറഞ്ഞ മൊറൽ എന്ന് പറഞ്ഞാൽ എന്താണ്?
ഒരു വർക്ക് തന്നാൽ അത് ഒരു ഇൻഡിവിജ്വൽസിന് വർക്ക് കൊടുക്കുമ്പോൾ അവർ വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ കോൺഫിഡൻസ് അതായത് മനോധൈര്യത്തോടെ മനോവീര്യത്തോടെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഒരു ഗ്രൂപ്പ് ആയിക്കോട്ടെ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ അവർക്ക് കോൺഫിഡൻസ് ആയിട്ട് അത് തീർക്കാൻ കഴിയുന്നതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത് എംപ്ലോയീസ് മൊറൈൽ എന്ന് പറയുന്നത്. അല്ല അവർക്ക് ഭയങ്കര ഫീലിംഗ് എൻത്യൂസിയാസം എന്ന് പറഞ്ഞ എന്താ എൻത്യൂസിയാസം സീ എന്നൊക്കെ പറഞ്ഞ എന്താ ഇഷ്ടമായ കോൺഫിഡന്റ് ആയ എന്നുള്ള ഒരു മീനിങ് കേട്ടോ. ഓക്കെ, മൊറൈൽ ഈസ് എ മെന്റൽ കണ്ടീഷൻ. അതൊരു മെന്റൽ കണ്ടീഷൻ ആണ് അല്ലെ, മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണത്. ഓർ ആറ്റിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് ദാറ്റ് ഡിറ്റർമിൻ ദെയർ റെഡിനെസ് ടു കോപ്പറേറ്റ്. മൊറൈൽ എന്ന് പറഞ്ഞ എന്തൊരു മെന്റൽ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ലേ, ഒരു ഇൻഡിവിജ്വലിന്റെ ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മൊറൈൽ എന്ന് പറയുന്നത്. അത് ആ ആള് വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തിൽ എത്രത്തോളം കോപ്പറേറ്റീവ് ആയിട്ട് എത്രത്തോളം ഡിറ്റർമിനേഷനോടെ ആൾക്ക് കോൺഫിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നു അതിനാണ് എംപ്ലോയി മൊറൈൽ അഥവാ തൊഴിലാളികളുടെ അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ മനോവീര്യം എന്ന് പറയുന്നത്. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണേ, മൊറൈൽ ഈസ് എ മെന്റൽ കണ്ടീഷൻ ഓർ ആറ്റിറ്റ്യൂഡ്. എത്ര പഠിച്ചാൽ മതി. Morale is a mental condition or attitude of individuals and group that determines their readiness to cooperate. Okay. ഇനി എന്താണ് ഒരു നല്ല മനോവീര്യം അല്ലെങ്കിൽ നല്ല ഒരു ഗുഡ് മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഗുഡ് മൊറൈൽ ഈസ് എവിഡൻസ്ഡ് ബൈ എംപ്ലോയീസ് enthusiasm, voluntary conformance with regulations and orders and a readiness to cooperate with others to accomplish of an organization objectives. എന്താണ് ഗുഡ് മൊറൈൽ എന്ന് പറഞ്ഞാല്? അതായത് ജീവനക്കാരന്റെ ഇൻട്രസ്റ്റുകളും നിയന്ത്രണങ്ങളും ഉത്തരവാദിത്വം ഒക്കെ സ്വമേധയാ അല്ലെ, സ്വന്തമായിട്ട് ആൾക്ക് സ്വമേധയാ അത് പാലിക്കാനും പിന്നെന്താണ് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സ്വന്തമായിട്ട് ആളുടെ ആ ഒരു കോൺഫിഡൻസ് ലെവലിലേക്ക് വെച്ചിട്ട് സ്വമേധയാ ആള് തിരഞ്ഞെടുക്കുകയാണ്, സ്വമേധയാ ആള് തയ്യാറാവുന്നതിനെയാണ് എന്ത് ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ജോലി ഏറ്റെടുക്കാൻ ഒരാളെ ഇനീഷ്യേറ്റീവ് എടുത്തു വരികയാണ്, ഞാനത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കും, ഞാൻ ആ ഓർഗനൈസേഷന്റെ ആ ഒരു എന്താണ് റെപ്യൂട്ടേഷനൊക്കെ കാത്തു സൂക്ഷിക്കുന്ന രീതിയിൽ ഞാനത് നല്ല കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു തീർക്കും എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ആ ഒരു പ്രവണത തന്നെയാണ് നമ്മളെ ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. സ്വമേധയാ അയാള് എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതാണ് വളരെ കോൺഫിഡൻസോടെ. അതിനെയാണ് നമ്മള് ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ സംഘടനയുടെ ലക്ഷ്യം നിറവേറ്റുന്നതിന് സ്വമേധയാ പ്രവർത്തിക്കുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? അങ്ങനെയാണ് നമുക്ക് ഒരാൾക്ക് മനോവീര്യം ഉണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് എംപ്ലോയി മൊറൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എംപ്ലോയി മൊറൈൽ എന്താണ്? മൊറൈൽ ഈസ് എ മെന്റൽ കണ്ടീഷൻ അല്ലെ. മനോവീര്യം എന്ന് പറഞ്ഞാലും മാനസികമായ ഒരു അവസ്ഥയാണ്, ആറ്റിറ്റ്യൂഡ് ആണ് അല്ലെ. ഓരോ ഇൻഡിവിജ്വൽസിനും ഗ്രൂപ്പ്സിനും ആ ഒരു തന്റെ സ്ഥാപനത്തിൽ എത്രത്തോളം ഡിറ്റർമിനേഷനോടെ റെഡിനെസ്സോടെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നു, മനോവീര്യത്തോടെ ആ വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മള് ആ ഒരു കോൺഫിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എംപ്ലോയി മൊറൈൽ എന്ന് പറയുന്നത്. ഗുഡ് മൊറൈൽ എന്ന് പറഞ്ഞാലോ എന്താണ്? റെഡിനെസ് ടു കോപ്പറേറ്റ് വിത്ത് അതേഴ്സ് ടു അക്കംപ്ലിഷ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ്. ഒരു ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് മറ്റ് എന്താണ് മറ്റ് കോപ്പറേറ്റീവ്സിന് മറ്റ് വർക്കേഴ്സിന്റെ കൂടെ തന്നെ എന്താണ് അതില് വളരെയധികം കോപ്പറേറ്റീവ് ആയിട്ട് നല്ല സഹകരണ മനോഭാവത്തോടെ കോൺഫിഡന്റ് ആയിട്ട് ചെയ്തു തീർക്കാൻ കാണിക്കുന്ന ആ ഒരു സന്നദ്ധതയാണ് എന്താ ഗുഡ് മൊറൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ആള് സ്വമേധയായിരിക്കും ആള് അതിൽ ഇനീഷ്യേറ്റീവ് എടുത്തായിരിക്കും ആള് കാണിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എംപ്ലോയി മൊറൈൽ? ഓക്കെ, ഇനി എംപ്ലോയി ഗ്രീവ്നെസ് നോക്കാം നമുക്ക്. ഗ്രീവ്നെസ് എന്താണ്? പരാതികൾ അല്ലെ, എംപ്ലോയീസ് പരാതികൾ. അപ്പൊ 3 കാറ്റഗറി ആയിട്ടാണ് എംപ്ലോയീസിന്റെ പരാതികളെ കുറിച്ച് ഇവിടെ പറയുന്നത്. ഫസ്റ്റത്തെ എന്താണ്? എ കംപ്ലൈന്റ് ദാറ്റ് അഫക്ട്സ് 1 or more workers constitute a grievance. ഫസ്റ്റത്തെ എന്താണ് പറയുന്നത്? ഒരു വ്യക്തിനെ അല്ല, ഒരു വ്യക്തിനെ ഒരു വർക്കറെ മാത്രമല്ല, ഒന്നോ അതിൽ കൂടുതലോ വർക്കേഴ്സുകൾ ഒരുമിച്ച് കൊടുക്കുന്നതിനെ ഒരു പരാതിയായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു.
ഓക്കെ, ഒന്നോ അതിലധികം കൂടുതൽ ജീവനക്കാരെ ബാധിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആദ്യത്തെ കംപ്ലൈന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കംപ്ലൈന്റ് ബിക്കം ഗ്രീവനസ് when this discontent which is mostly associated with the work is brought to the notice of the management. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസംതൃപ്തിയോ അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് അത് മാനേജ്മെന്റിന്റെ കണ്ണിൽപ്പെടുകയാണെങ്കിൽ അത് മാനേജ്മെന്റിന് എന്താണ്? നമുക്കതൊരു പരാതി കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഡിസ്കണ്ടന്റ് വിത്ത് മോസ്റ്റ്ലി അസോസിയേറ്റഡ് വിത്ത് വർക്ക്, അല്ലെ? വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികൾ കൊടുക്കാൻ സാധിക്കുന്നതാണ്. മറ്റേതെന്താണ്? ഒന്നോ അതിൽ കൂടോ വർക്കേഴ്സിന് പരാതികൾ ഉണ്ടെങ്കിൽ അതൊരു കാറ്റഗറി ആയിട്ട് ഉൾപ്പെടുന്നു. മൂന്നാമത്തെ കാറ്റഗറി എന്താണ്? A grievance is a written complaint filed by an employee and claiming unfair treatment. എന്താണ് മൂന്നാമത്തേത്? ഒരു ഉദ്യോഗസ്ഥന് രേഖാമൂലം നൽകുന്ന പരാതി, റിട്ടേൺ കംപ്ലൈന്റ്. എന്തുമായി ബന്ധപ്പെട്ടിട്ട്? എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള പെരുമാറ്റമോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അൺഫെയർ ട്രീറ്റ്മെന്റ്, അൺഫെയർ ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ആ രീതിയിൽ നമ്മൾക്ക് എന്താണ് ഒരു ഓർഗനൈസേഷൻ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ 3 രീതിയിലാണ് പ്രധാനമായിട്ടും എംപ്ലോയീസിന്റെ കംപ്ലൈന്റ്സിന്റെ കാറ്റഗറി ഉൾപ്പെടുന്നത്. ഒന്നെന്താണ്? കംപ്ലൈന്റ് അഫക്ട്സ് വൺ ഓർ മോർ വർക്കേഴ്സ്, അല്ലെ? ഒന്നോ അതിൽ കൂടുതൽ വർക്കേഴ്സിനെ ബാധിക്കുന്ന ഒരു പരാതി. മറ്റൊരെന്താണ്? കംപ്ലൈന്റ് ബിക്കംസ് ഗ്രീവൻസ് when this discontent associated with work, അല്ലെ? വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികള്. മൂന്നാമത്തേത് എന്താണ്? ഗ്രീവൻസ് is written complaint filed by an employee and claiming unfair treatment. ഒരു ഉദ്യോഗസ്ഥന് രേഖാമൂലം നൽകിയിരിക്കുന്ന പരാതി, അത് ആളുടെ അൺഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കാരണമായിരിക്കാം, അല്ലെ? മോശമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ എന്താണ് ആ രീതിയിൽ എംപ്ലോയീസിന് പരാതികൾ കൊടുക്കാവുന്നത്. ഓക്കെ, ഇനി പ്രധാന കാരണങ്ങളാണ് പറയുന്നത്, പരാതികളുടെ പ്രധാന കാരണങ്ങൾ. ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് വർക്കേഴ്സ് ഗ്രീവൻസസ് ആർ റിഗാർഡിംഗ് വേജസ്. എന്താണ്? സാലറിയുമായി ബന്ധപ്പെട്ട പരാതികൾ. അതേതിലും ഉൾപ്പെടാം നമുക്ക് ഈ കാറ്റഗറിയിലെ? സാലറിയുമായി ബന്ധപ്പെട്ടത് ഏതിൽ ഉൾപ്പെടാം? സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്നത്? റിഗാർഡിംഗ് സൂപ്പർവിഷനുമായി ബന്ധപ്പെട്ട് വരുന്നതോ? സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ മേൽനോട്ടവുമായി ബന്ധപ്പെട്ട പരാതി. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, അതായത് വ്യക്തിഗത പുരോഗതിയുമായി ബന്ധപ്പെട്ടുള്ള പരാതികള്. ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്, അല്ലെ? അവിടുത്തെ വർക്കിംഗ് കണ്ടീഷൻസ് അനുസരിച്ചിട്ട് പൊതുവായിട്ടുള്ള ജോലി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ. കളക്റ്റീവ് ബാർഗൈനിങ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടായ അപേക്ഷകൾ. ഇപ്പോ സാലറി ഒക്കെ കൂട്ടിത്തരാനായിട്ട് ഒന്നോ അതിൽ കൂടുതൽ വർക്കേഴ്സ് ഒരുമിച്ച് എന്താണ് പരാതി കൊടുക്കുന്നത്. അത് ഏത് കാറ്റഗറിയിൽ വരും? നമ്മൾ ആദ്യം പറഞ്ഞ ഈ പരാതി കൂട്ടത്തിൽ വരും, അല്ലെ? വൺ ഓർ മോർ വർക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഗ്രീവൻസ്. ആ പരാതിയിലാണ് എന്ത് വരുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ് വരുന്നത്. ഓക്കെ, അതന്നെ റിഗാർഡിംഗ് വേജസും അത് തന്നെയാണ് വരുന്നത് കേട്ടോ. എന്തൊക്കെ കാരണങ്ങളാണ് അവർക്ക് പരാതി കൊടുക്കാം? റിഗാർഡിംഗ് വേജസ്, എന്താണ് സാലറിയുമായി ബന്ധപ്പെട്ടുള്ള പരാതികള്. സൂപ്പർവിഷൻ, മേൽനോട്ടവുമായി ബന്ധപ്പെട്ടത്. റിഗാർഡിംഗ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ്, വ്യക്തിഗത പുരോഗതിയെ സംബന്ധിച്ചിട്ടുള്ള പരാതികള്. പിന്നെന്താണ്? ജനറൽ വർക്കിംഗ് കണ്ടീഷൻസ്, പൊതുവായ ജോലി സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ. കളക്റ്റീവ് ബാർഗൈനിങ്, കൂട്ടായ വിലപേശലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികളായിരിക്കും എംപ്ലോയീസിന് കൊടുക്കാൻ സാധിക്കുക. When the grievance redressal machinery works effectively, it is satisfactorily resolved most of the dispute between labor and management. അതായത് എല്ലാ ഓർഗനൈസേഷനിലും എന്തുണ്ടായിരിക്കും? റെഡ്രസൽ മെഷീനറി ഉണ്ടായിരിക്കും. റെഡ്രസൽ മെഷീനറി എന്ന് പറഞ്ഞാൽ എന്താണ്? പരാതി പരിഹാര യന്ത്രം. അതായത് ഓരോ ഓർഗനൈസേഷനിലും ഇത്തരത്തിൽ പരാതികൾ ഉണ്ടാവുന്ന സമയത്ത് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടൊരു ഫോഴ്സ് ഉണ്ടായിരിക്കും, അല്ലെ? അവർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്? ലേബറും അതായത് തൊഴിലാളികളും മാനേജ്മെന്റും തമ്മിലുള്ള തർക്കങ്ങള് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഡിസ്പ്യൂട്ട്സുകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്? ഗ്രീവൻസ് റെഡ്രസൽ മെഷീനറി.
പരാതി പരിഹാര യന്ത്രം എല്ലാ ഓർഗനൈസേഷൻസിലും ഉണ്ടായിരിക്കും. അതായത് പരാതികൾ പരിഹരിക്കുന്ന ആ ഒരു ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഓർഗനൈസേഷനിലും ഉണ്ടായിരിക്കും. അവരായിരിക്കും എംപ്ലോയീസിന്റെ എല്ലാ പരാതികളും പരിഹരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കേസസ് ഓഫ് ഗ്രീവൻസ് ക്ലിയർ ആണോ? എംപ്ലോയി ഗ്രീവൻസ് ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ചാപ്റ്റർ അത് കഴിഞ്ഞു കേട്ടോ. നമ്മള് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന ചാപ്റ്റർ എടുക്കുവാണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്. കാണുന്നുണ്ടോ PDF? മൊഡ്യൂൾ 4-ലാണ് ചാപ്റ്റർ 7 ഡിസാസ്റ്റർ മാനേജ്മെന്റ്. യെസ്, നമുക്കറിയാലോ ഡിസാസ്റ്റർ എന്താണ്, ദുരന്തങ്ങൾ അല്ലെ. ഇവിടെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നോർമൽ ആയിട്ടുള്ള നാച്ചുറൽ കലാമിറ്റീസിന് മറ്റ് ദുരന്തങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ ആണ് നമ്മുടെ ഈ ഭാഗത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നമ്മള് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിലേക്ക് വരുന്നത്. ഇവിടെ ഫസ്റ്റ് കുറച്ച് ഇൻട്രൊഡക്ഷൻസ് ഭാഗങ്ങളാണ്, അത് നോക്കാം കേട്ടോ. Disaster have been an existence ever since in the history of mankind and have mounted the destiny of the earth and its people. നമുക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അവരുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം എന്താണ് ഡിസാസ്റ്റർ, ദുരന്തം എന്ന് പറയുന്നത് ഏറ്റവും മനുഷ്യന്റെ രാശിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ ഭൂമിയിൽ ഏറ്റവും വിനാശം വിതയ്ക്കുന്ന ഒന്ന് തന്നെയാണ് എന്ത് ദുരന്തം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് 2018 പ്രളയവും ഈ വയനാട് ദുരന്തമൊക്കെ അതിനൊരു ഉദാഹരണങ്ങളാണ്. അല്ലാതെ നടക്കുന്ന നാച്ചുറൽ കലാമിറ്റീസുകൾ വളരെ ഉദാഹരണങ്ങളാണ്. ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് എന്താ സംഭവിക്കുന്നത്? ഡിസാസ്റ്റർ ഇവൻ അഫക്ട്സ് എവറി കമ്മ്യൂണിറ്റി ആൻഡ് നോ കമ്മ്യൂണിറ്റി ഈസ് ഫ്രീ ഫ്രം ഇറ്റ്. അല്ലെ, എല്ലാ കമ്മ്യൂണിറ്റിയും ഇത് ബാധിക്കുന്നു അല്ലെ. ഒരു മനുഷ്യ സമൂഹത്തിന് മൊത്തമായും ഒരു ദുരന്തം ഉണ്ടായാൽ അത് എന്താണ് നമുക്കത് ബാധിക്കുന്നു. ഒരു കമ്മ്യൂണിറ്റിനെ അത് ബാധിക്കാതിരിക്കുന്നില്ല, ഏതെങ്കിലും തരത്തിൽ അത് ബാധിച്ചിരിക്കും. The disaster may be second major human problem after war. മനുഷ്യൻ നേരിടുന്ന മറ്റൊരു ആദ്യത്തെ പ്രശ്നം എന്ന് പറഞ്ഞ യുദ്ധമാണ് അല്ലെ. വാറാണ് നമ്മൾ ഏറ്റവും ഒരു പേടി സ്വപ്നമായി നിൽക്കുന്ന ഒരു ഒന്ന് തന്നെ. അതിനുശേഷം സെക്കൻഡ് വൺ ആയിട്ട് നേരിടുന്ന മനുഷ്യൻ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് എന്ത് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റേഴ്സ് അല്ലെ. ഇത്തരത്തിലുള്ള നാച്ചുറൽ കലാമിറ്റീസ് മറ്റ് അപകടങ്ങളൊക്കെ എന്താണ് മനുഷ്യൻ നേരിടുന്ന രണ്ടാമത്തെ പ്രോബ്ലമാണ്. ആദ്യത്തേത് എന്താണ്? യുദ്ധമാണ് അല്ലെ, വാറാണ്. രണ്ടാമത്തേത് ഇത്തരത്തിലുള്ള ഡിസാസ്റ്റർ ആണ്. In respect of monetary damage and number of people killed or affected, അല്ലെ, ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് വാർ ഉണ്ടാകുന്ന സമയത്താണെങ്കിലും മറ്റേതാണെങ്കിലും എന്താണ് ഡിസാസ്റ്റർ ആണെങ്കിലും ഒരുപാട് പേരുടെ ജീവൻ അപായപ്പെടുന്നു അല്ലെ. ഒരുപാട് പേര് മരിക്കുന്നു, പലർക്കും വീടുകൾ നഷ്ടപ്പെടുന്നു, നല്ലൊരു ജീവിതം എല്ലാവർക്കും നഷ്ടപ്പെടുന്നു. Millions of the people fall victims annually by natural disasters and result in number of deaths. പല ജീവിതങ്ങളും പോകുന്നത് ഏറ്റവും കൂടുതൽ എന്താണ് ഈ നാച്ചുറൽ കലാമിറ്റീസ് മൂലമാണ് അല്ലെ. ഈ പ്രകൃതി ദുരന്തങ്ങൾ വഴിയാണ് ഒരുപാട് പേര് മരിക്കുന്നത്, ഒരുപാട് ജീവിതങ്ങൾ ഇല്ലാതാവുന്നത് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടെങ്കിൽ. ഒരു വർഷം അവസാനം ആകുമ്പോഴേക്കും എന്താണ് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ച് ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ നശിച്ചു പോകുന്നുണ്ട്. ഓക്കെ, ഡിസാസ്റ്ററിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞ ഡെത്ത് തന്നെയാണ് അല്ലെ. ഒരുപാട് പേരുടെ മരണങ്ങളാണ് അതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല സഫറിങ് ആൻഡ് ഇക്കണോമിക് ലോസസ് അല്ലെ. ഒരു പ്രദേശം നശിക്കുന്നതോടുകൂടി ആ ഒരു ഇക്കണോമിക് ലൈഫ് തന്നെ അവിടെ ഇല്ലാതാകുന്നു അല്ലെ. സാമ്പത്തിക ഭദ്രത തന്നെ അവിടെ നിന്ന് നശിക്കപ്പെടുകയാണ്. And the poorest countries are mostly affected by disaster economically and socially. ഏറ്റവും കൂടുതൽ ദരിദ്ര രാജ്യങ്ങളാണ് അല്ലെ. പൂറസ്റ്റ് കൺട്രീസ് ആണ് ഇത്തരത്തില് ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ മൊത്തത്തിൽ നശിച്ചു പോകുന്നത് പൂറസ്റ്റ് ആയിട്ടുള്ള കൺട്രീസിലാണ്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് organization and management of resources and responsibility for dealing with all humanitarian aspects of emergencies. അപ്പൊ എന്താണ് ഡിസാസ്റ്റർ മാനേജ് എന്ന് പറഞ്ഞാല്
ഒരു ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ഒരു ഓർഗനൈസേഷൻ അത് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി ആ ഹ്യൂമൻ പേഴ്സണൽ ഹ്യൂമൻ ബീയിങ്സിനെ എന്താണ് അവരെ ഡീൽ ചെയ്യാൻ സാധിക്കും, റെസ്പോൺസിബിലിറ്റിയോടുകൂടി അവരെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് നമ്മള് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, ഒരു ദുരന്തത്തെ നമ്മൾ നിവാരണം ചെയ്യാൻ, ഈ ദുരന്തത്തെ നമ്മൾ മാനേജ് ചെയ്യാന്ന് പറയുന്നത്. പിന്നെ പെർട്ടിക്കുലർ പ്രിപ്പയർനെസ്. അപ്പോൾ ദുരന്തം ഉണ്ടാവുന്ന സമയത്ത് എന്താണ് നമ്മള് പ്രിപ്പയർഡ് ആവുന്നു അല്ലെ. അപ്പോ അത് ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് പ്രിപ്പയർഡ് ആവുന്നു, അവരത് റെസ്പോണ്ട് ചെയ്യുന്നു അല്ലെ. പ്രിപ്പയർനെസ്, റെസ്പോൺസ് ആൻഡ് റിക്കവറി. ആദ്യം നമ്മൾ പ്രിപ്പയർഡ് ആവുന്നു, ദെൻ അതിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു, ദെൻ അതിൽ നിന്ന് അവർ റിക്കവർഡ് ആകുന്നു. അങ്ങനെയാണ് ആ ഒരു ഓർഡറിലാണ് എന്താ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നടക്കുന്നത്. അണ്ടർലൈൻ ചെയ്ത് പോകട്ടോ. In particular, preparedness, response and recovery in order to reduce after effects of disaster. അപ്പൊ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് റെസ്പോണ്ട് ചെയ്ത് റിക്കവർ ചെയ്തതിനു ശേഷം മാത്രമാണ് എന്ത് ആ നടന്ന ദുരന്തത്തിൽ നിന്നും അവരെ ആഫ്റ്റർ എഫക്ട്സിൽ നിന്ന് ആ ദുരന്ത റിസൾട്ടിൽ നിന്ന് എന്താണ് അവരെ കരകയറ്റുന്നത് ഇത്തരത്തിൽ ഡിസാസ്റ്റർ മാനേജ് ചെയ്യുമ്പോഴാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ വയനാട് ദുരന്തമൊക്കെ നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ മതി. അവിടെ എന്തോരം റെസ്ക്യൂ പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നത് അല്ലെ. ഒരാളെ രക്ഷിക്കാനും അവർ പ്രിപ്പയർഡ് ആവുന്ന ഓരോരോ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവന്ന് ദെൻ അതിനുശേഷം അതിലേക്ക് അവരെ കയറ്റി പിന്നെ ആ പുഴയിൽ നിന്ന് ഇപ്പുറത്തെ തൊട്ട് കരയിലേക്ക് മാറ്റുന്നതും ഒരു എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ട് അവരെ റിക്കവർ ചെയ്ത് കൊണ്ടുവന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കാൻ പറയും. ഓക്കെ, ആ മാനേജ്മെന്റ് എങ്ങനെയാണ് ഒരു ദുരന്തം നടന്നപ്പോ ഒരു സഹായിക്കാനായിട്ട് വന്ന ആരും കുറച്ച് മനുഷ്യർ തന്നെയാണ് എന്ത് ചെയ്ത് മാനേജ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു കാറ്റഗറി ആൾക്കാരുണ്ടായിരുന്നുള്ളൂ എന്താ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട്. ഓക്കെ, അത് എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്, നമ്മുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. കോമൺ ആയിട്ട് ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയാണ്. ഇനി ഇവിടെ നമുക്ക് അതാണ് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗം. അത് ഇനി എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ. എന്താണ് ദുരന്ത നിവാരണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ദുരന്തം നടന്നാൽ എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ളൊരു ബ്രീഫ് ആയിട്ടുള്ള കാര്യമാണ് ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അത് മനസ്സിലായോ? ഓക്കെ, ഡിസാസ്റ്ററിന്റെ ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു ഡെഫിനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണ് ഡിസാസ്റ്റർ എന്ന് അവർ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എന്താണ് ഡിഫൈൻ ഡിസാസ്റ്റർ? Any occurrence that causes damage. ഇവിടെ ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ ആക്കണം കേട്ടോ. ഇവിടെ ഡിസ്ട്രപ്ഷന് മുന്നായിട്ട് ഇക്കോളജിക്കൽ ആക്കണം. ഇക്കോളജിക്കൽ പാരിസ്ഥിതിക തകർച്ച. ഇക്കോളജിക്കൽ ECOLOGICAL ഇക്കോളജിക്കൽ. ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ. Ecological disruption, loss of human life, deterioration of health and health services. അവിടെ നിൽക്കട്ടെ നോക്കി. അപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഡാമേജ് എന്താണ് നാശം അല്ലെ, തകർച്ച എന്നുള്ള ഒരു മീനിങ്. ഡിസ്ട്രപ്ഷൻ എന്താണ്? ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ എന്ന് വെച്ചാല് പാരിസ്ഥിതിക തകർച്ച. അപ്പൊ നാശം ഉണ്ടാകുന്നു, പാരിസ്ഥിതിക തകർച്ച ഉണ്ടാകുന്നു. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്സ് എന്താണ് മനുഷ്യന്റെ എന്താണ് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞാല് ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് മനുഷ്യ ജീവിതങ്ങൾ ഇല്ലാതാകുന്നു അല്ലെ. ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഡിറ്ററേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ് എന്താണ് ആരോഗ്യവും ആരോഗ്യ സർവീസ് ആരോഗ്യ പരിപാലന രംഗവും എന്താണ് തകർച്ചയിലേക്കാകുന്നു. അപ്പൊ ഒരു ഡിസാസ്റ്റർ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഡാമേജ്. ഡിസാസ്റ്റർ ഇങ്ങനെ പഠിക്കണം കേട്ടോ. ഡിസാസ്റ്റർ മീൻസ് ഡാമേജ്. ഡിസാസ്റ്റർ മീൻസ് as any occurrence that causes എന്തൊക്കെ കാരണങ്ങളാലാണ് ഡാമേജ് തകർച്ച, ഇക്കോളജിക്കൽ ഡിസ്ട്രപ്ഷൻ പാരിസ്ഥിതികമായ തകർച്ച, loss of human life and deterioration of health and health services on scale sufficient to warrant an extraordinary response from
outside the affected community or area. അപ്പൊ ഒരു പ്രദേശത്തെ മൊത്തം ബാധിക്കുന്നു എന്തൊക്കെ കാര്യങ്ങള്, ഐക്കോളജിക്കൽ റിസപ്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഇത്തരം കാര്യങ്ങൾ ബാധിച്ചിട്ടാണ് എന്ത് ആ പ്രദേശം അപ്പാടെ ഇല്ലാതാകുന്ന ഒരു കമ്മ്യൂണിറ്റിയോ ഏരിയ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഡിസാസ്റ്റർ എന്ന് കൺസിഡർ ചെയ്യുന്നത്. ആര്? WHO ഡിഫൈൻ ചെയ്യുന്നത്. ഒരു പ്രദേശത്ത് നാശങ്ങളോ പാരിസ്ഥിതിക തകർച്ചയോ ഹ്യൂമൻ ലൈഫിന് ആപത്തോ അല്ലെങ്കിൽ എന്താണ് ആരോഗ്യ സംവിധാനങ്ങളൊക്കെ ഒരു പ്രദേശം മുതൽ തകരാറിലാകുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഏരിയ തകരാറിലാകുന്ന ആ ഒരു അവസ്ഥയാണ്, ഒരു സിറ്റുവേഷൻ ആണ് എന്ത് ഡിസാസ്റ്റർ അഥവാ ദുരന്തം എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് അങ്ങനെയാണ്. അങ്ങനെ ഒരു പ്രദേശത്തിന്, ഒരു മനുഷ്യരാശിക്കും ആ പ്രദേശത്തിനും അപകടം സംഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ, അതിനൊരു ദുരന്തമായിട്ട് പ്രഖ്യാപിക്കുകയുള്ളൂ കേട്ടോ. ഡിസാസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ എന്തായിരിക്കണം, കമ്മ്യൂണിറ്റിക്കും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മനുഷ്യരാശിയും മറ്റും എല്ലാത്തിനും എന്താണ് അപായം സംഭവിക്കുമ്പോൾ മാത്രമേ ഇന്ന് അതിനെ നമ്മൾ ഡിസാസ്റ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുകയുള്ളൂ. ഓക്കെ, മനസ്സിലായോ? ഇനി നമ്മൾ ഡിസാസ്റ്റർ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് നോക്കി പോയാൽ മതി കേട്ടോ. ഇമ്പോർട്ടന്റ് ഏതാണെന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോൾ പഠിച്ചാൽ മതി. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ ഉണ്ട്, ഇന്റേണൽ ഡിസാസ്റ്റർ ഉണ്ട്, മേജർ ഡിസാസ്റ്റർ ഉണ്ട്. എക്സ്റ്റേണൽ ഡിസാസ്റ്റർ നമുക്കറിയാം അല്ലെ, എന്തൊക്കെയാണ്? ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ്, എക്സ്പ്ലോഷൻ, ഫ്ലഡ്, എയറോപ്ലെയിൻ ആക്സിഡന്റ്, ടൊണാഡോ എന്താണ്? ചുഴലിക്കാറ്റ് കേട്ടോ. സുനാമി, എർത്തുകേക്ക്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റൈറ്റ്സ്. എന്താണ് റൈറ്റ്? നമ്മൾ കേട്ടിട്ടില്ലേ, ഈ മലപ്പുറത്ത് ഒരു കമ്മ്യൂണൽ റൈറ്റ്സ് ഉണ്ടായി, വർഗീയ ലഹളകൾ ഉണ്ടായി എന്ന് പറയുന്നത് മനുഷ്യര് യൂണിയൻസ് ഒക്കെ തമ്മിൽ തല്ലി പിടിക്കുന്നത് അല്ലെ, ആ ഒരു എന്താണ് ലഹളകളെയാണ് നമ്മൾ റൈറ്റ്സ് എന്ന് പറയുന്നത്. അതെല്ലാം ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നത്? എക്സ്റ്റേണൽ ഡിസാസ്റ്ററിലാണ് അല്ലെ. എക്സ്റ്റേണൽ ദുരന്തങ്ങളിലാണ് ഈ ട്രെയിൻ ആക്സിഡന്റും മാൻമെയ്ഡ് ഡിസാസ്റ്റർ റൈറ്റ്സുകളൊക്കെ എക്സ്റ്റേണൽ ദുരന്തത്തിലാണ് ഉൾപ്പെടുന്നത്. ഇന്റേണൽ ഡിസാസ്റ്ററിൽ ഏതൊക്കെയാ വരുന്നത്? ബോംബ് ത്രെട്ട് അല്ലെ, ഇന്റേണലായിട്ട് ബോംബ് ത്രെട്ട്, ബോംബ് ഭീഷണികള്, ഫയർ, തീപിടുത്തങ്ങള്, ദെൻ മെഡിക്കൽ ഗ്യാസ് ലീക്കേജസുകള്, ഫയർ, ബോംബ് ത്രെട്ട് ഒക്കെ എന്തിലാണ് വരുന്നത്? ഇന്റേണൽ ഡിസാസ്റ്ററിലാണ്. ഓക്കെ, ഇനി മേജർ ഡിസാസ്റ്റർ എന്തൊക്കെയാണ്? ഇത് ഓരോ സ്ഥലങ്ങളിൽ നടന്നിട്ടുള്ളതാണ് കേട്ടോ, ഓരോ പ്രദേശങ്ങളിൽ നടന്നിട്ടുള്ളതാണ്. അതിന്റെ പേരുകൾ മാത്രം നിങ്ങൾ നോട്ട് ചെയ്യാം, ഇതിനുള്ളിലുള്ളതൊന്നും പഠിക്കണ്ട, പേര് നോട്ട് ചെയ്തുക. മേജർ ഡിസാസ്റ്റർ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. ഇതില് 2 ലക്ഷം പേർക്കും അല്ലെങ്കിൽ എന്താണ് 2 ലക്ഷം പേരാണ് അത് അഫക്ട് ചെയ്തത്. 3000 പേർക്കോളം അവരുടെ ലൈഫ് നഷ്ടപ്പെട്ടു. സൈക്ലോൺ ഇൻ ആന്ധ്രാപ്രദേശ്, സൈക്ലോൺസ് എവിടെയാണ് ഉണ്ടായത്? ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ആണ്. എവറി 2 years കൂടുമ്പോൾ, 2 വർഷം കൂടുന്നതിനിടയിൽ 25,000 പേരുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. പിന്നെ എർത്ത് കേക്ക് അല്ലെ, ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് എവിടെയാണ്? 1993 ലാറ്റൂർ, മഹാരാഷ്ട്രയിലെ ലാറ്റൂർ എന്ന പ്രദേശത്ത് എർത്ത് കേക്ക്, അത് മേജർ ഡിസാസ്റ്റർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ സുനാമി, നമ്മുടെ ഇന്ത്യയിലൊന്നും അല്ലെ, സദേൺ ഇന്ത്യ കോസ്റ്റ് ലൈനില് എന്താണ് ഡിസംബർ 26-ാം തീയതി ആയിരുന്നു, 2004 ഡിസംബർ 26-ാം തീയതി ആയിരുന്നു സുനാമി ഉണ്ടായത്. ഏകദേശം 10,000-ൽ മേലെ ആൾക്കാർ മരിക്കുകയും പിന്നെ എന്താണ് 2 ലക്ഷത്തിൽ കൂടുതൽ മേലെ ആൾക്കാർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും 27 ലക്ഷം ആൾക്കാരെ അഫക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, മേജർ ഡിസാസ്റ്റർ കാറ്റഗറിയിലെ ഈ 3 പേരുകൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഉള്ളിലുള്ളത് പഠിക്കണ്ട. എന്തൊക്കെയാണ് മേജർ ഡിസാസ്റ്റേഴ്സ്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, സൈക്ലോൺ, earthquake, tsunami. Okay. മനസ്സിലായത്? അപ്പൊ 3 കാറ്റഗറി ഉണ്ട്: എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, ഇന്റേണൽ ഡിസാസ്റ്റർ, മേജർ ഡിസാസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ഡിസാസ്റ്റർ പാരഡിഗം നോക്കാം. ഡിസാസ്റ്ററിന്റെ മാതൃക, ഓരോ അക്ഷരങ്ങളും എന്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് നോക്കാം. D for detection. D എന്താണ്? ഡിറ്റക്ഷൻ. ഡിറ്റക്ഷൻ മീൻസ് എന്താണ്? കണ്ടെത്തുക അല്ലെ.
എവിടെയാണ് ഡിസാസ്റ്റർ എന്ന് കണ്ടെത്തുക. ഫോർ ഡിറ്റക്ഷൻ. I for incident command. എന്താണ് ഇൻസിഡന്റ് കമാൻഡ്? ഒരു ഓർഡർ അല്ലെ, അല്ലെങ്കിൽ ഒരു കമാൻഡ്, നിർദ്ദേശം കണ്ടെത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഓർഡർ കൊടുക്കുക. S for സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. ഇതാണ് സുരക്ഷയും ഉറപ്പുവരുത്തൽ അല്ലെ, സേഫ്റ്റിയും സുരക്ഷയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. A for അസസ് ഹസാർഡ്സ്. എന്താണ് അപകടങ്ങൾ വിലയിരുത്തുക അല്ലെ, ഡിസാസ്റ്റർ വിലയിരുത്തുക. ദെൻ ഈ എയുടെ താഴെ ആയിട്ടാണല്ലോ എസ് വരുന്നത്. ഈ എയുടെ താഴെ ഒരു എസ് വരുന്നുണ്ട്, അതിവിടെ ഇങ്ങനെ കയറി കിടക്കുവാണ്. എസ് ഫോർ സപ്പോർട്ട് അല്ലെ, ഡിസാസ്റ്റർ സംഭവിച്ചവർക്ക് ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു കൈത്താങ് എന്ന രീതിയിലായിരിക്കും എന്ത് എസ് സ്റ്റാൻഡ് ചെയ്യുന്നത്. എസ് ഫോർ സപ്പോർട്ട്. ആൻഡ് ടി ഫോർ ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്. ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഹസാർഡ്, ഒരു ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ പലർക്കും പല രീതിയിലായിരിക്കും അപകടങ്ങൾ സംഭവിക്കുക അല്ലെ. അപ്പോ ആ മനുഷ്യരെ അല്ലെങ്കിൽ ആ പേഷ്യൻസിന് എന്താണ് നമ്മൾ സോർട്ട് ചെയ്യും. ഏറ്റവും ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസ് ഏതാണ്, കുറച്ചും കൂടി ക്രിട്ടിക്കൽ കെയർ കുറഞ്ഞവർ ഏതൊക്കെയാണ്, ഭയങ്കര ക്രിട്ടിക്കൽ എമർജൻസി ഉള്ളവർ ആരൊക്കെയാണെന്നുള്ള രീതിയിൽ പേഷ്യൻസിന് നമ്മൾ ഡിവൈഡ് ചെയ്യും. അതിനനുസരിച്ചാണ് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്. ക്രിട്ടിക്കൽ കെയർ ഉള്ള ആൾക്ക് എന്താണ് എത്രയും പെട്ടെന്ന് തന്നെയായിരിക്കും അവരെ ചികിത്സ കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇ ഫോർ ഇവാക്വേഷൻ, ഒഴിപ്പിക്കൽ. ഡിസാസ്റ്റർ നടന്ന ഒരു ഭാഗം ഒഴിപ്പിക്കുക. ആർ ഫോർ റിക്കവറി. എന്താണ് റിക്കവറി? വീണ്ടെടുക്കുക അല്ലെ, ഡിസാസ്റ്റർ നടന്ന പ്രദേശം പിന്നീട് റിക്കവർ ചെയ്തെടുക്കുക. അങ്ങനെയാണ് ഡിസാസ്റ്റർ പാരഡിഗം വരുന്നത്. പാരഡിഗം എന്ന് വെച്ചാൽ മാതൃക എന്ന മീനിങ് ആണ് കേട്ടോ. ടി ഫോർ ഡിറ്റക്ഷൻ, ഐ ഫോർ ഇൻസിഡന്റ് കമാൻഡ്, എസ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, എ ഫോർ ഹസാർഡ്സ്, അസസ് ഹസാർഡ്സ്, എസ് ഫോർ സപ്പോർട്ട്, ടി ഫോർ ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്, ഇ ഫോർ ഇവാക്വേഷൻ ആൻഡ് ആർ ഫോർ റിക്കവറി. ഓക്കെ, ക്ലിയർ ആണോ? പഠിക്കണം കേട്ടോ. Need for disaster management plan in hospitals. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഒരു ദുരന്ത നിവാരണത്തിന്റെ പ്ലാനിങ് ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലെ. Hospitals play a crucial role in healthcare infrastructure. Hospital responsible for saving lives. They also provide 24/7 emergency care services. അല്ലെ, ഹോസ്പിറ്റൽ ആണ് നമ്മളുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഒരു ഹെൽത്ത് കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെന്റർ അല്ലെ. നമ്മൾക്ക് ലൈഫ് സേവിങ് ചെയ്യുന്ന ജീവൻ രക്ഷിക്കുന്ന ഒരു മേഖലയാണ് എന്ത് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. 24 മണിക്കൂറും അവര് നമുക്ക് സേവനം നൽകുന്നുണ്ട്. 24 മണിക്കൂറുമാണ് അവര് സേവനം നൽകുന്നത്. എന്തൊക്കെ തരുന്നു പബ്ലിക്കിന്? നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് തരുന്നു, ഫോളോ അപ്പ് തരുന്നു. ഇത്തരം കാര്യങ്ങൾ ഫിസിക്കലായിട്ടും സൈക്കോളജിക്കലായിട്ടും നമുക്ക് ട്രീറ്റ്മെന്റ്സും മറ്റു ഡയഗ്നോസിസ് ഒക്കെ നൽകുന്നത് ഹോസ്പിറ്റലിൽ നിന്നുള്ളൊരു ഹോസ്പിറ്റലാണ് നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ഹോസ്പിറ്റലാണ് ഒരു സഹായി. സൂക്കർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ഇവിടെ? Hospital extended emergency care, and hence when a disaster hits, society falls back at the hospital to provide instant, secure in form of emergency medical care. ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുന്നവര് ഒരു സെക്യൂർ എന്ന് വെച്ചാൽ ഇവിടെ ഒരു സഹായിയായി പ്രവർത്തിക്കുന്നത് ആരാണ്? ഹോസ്പിറ്റൽസ് ആണ്. എമർജൻസി കെയറിന് വേണ്ടിയിട്ട് ഒരു ദുരന്തം ഉണ്ടായെങ്കിൽ എമർജൻസി ആയിട്ട് ആൾക്കാരെ ചികിത്സിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ തന്നെയാണ് അല്ലെ. പക്ഷെ whenever a hospital or healthcare facility is met by a situation where it has to provide care to large number of patients in limited time. പക്ഷെ ഹോസ്പിറ്റലിൽ ഒരു ഹസാർഡ് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഇപ്പൊ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞു, ലിമിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അതായത് പേഷ്യൻസിന്റെ അൺഫ്ലോ ആണ്, ഭയങ്കരമായിട്ട് ഫ്ലോ ആണ് പേഷ്യൻസിന്റെ. ആ ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ എന്തായിരിക്കും ചെയ്യാൻ പറ്റുന്നത്? അവിടെ റിസോഴ്സസ് അവൈലബിൾ അല്ലെങ്കിൽ എന്താണ്, ഇത്ര സ്റ്റാഫുകൾ, ഇത്ര എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കുള്ളൂ.
അപ്പൊ എന്താണ് അവിടെയാണ് ആ ഒരു ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ നടക്കുന്നത് അല്ലെ. അവർക്ക് ചികിത്സിക്കാനുള്ള റിസോഴ്സസ് ഇല്ല, ഡോക്ടേഴ്സ് ഇല്ല, സ്റ്റാഫുകൾ ഇല്ല, മതിയായ മരുന്നുകളില്ല. ഇല്ലാതെ വരുന്ന സമയത്താണ് അവർക്ക് പ്രിപ്പയർഡ് അല്ല, ഒരിക്കലും അവർ പ്രിപ്പയർ അല്ല. ഒരുപാട് വലിയ വലിയ വയനാട് ദുരന്തം നടന്ന സമയത്ത് നമ്മൾ ന്യൂസിലേക്ക് കണ്ടേലെ, ഹോസ്പിറ്റലിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പേഷ്യൻസിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ കുറെ സ്ഥലത്ത് ഇത് താഴെയും മുകളിലൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നു, ബെഡൊന്നും ഇല്ലാതൊക്കെ ഇരിക്കുന്നു. അപ്പൊ എന്താണ് അവിടെ റിസോഴ്സസ് അവൈലബിൾ അല്ല അല്ലെ. അപ്പൊ അവർക്ക് പ്രത്യേക ഒരു പ്ലാനിങ് ഇല്ല, അവർ പ്ലാൻ ചെയ്തിട്ടില്ല ഇങ്ങനെ സംഭവം നടക്കുന്നു എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ വ്യക്തമായ ഒരു പ്ലാനിങ് ഹോസ്പിറ്റലിൽ ഇല്ല എങ്കിൽ ഇത്തരം ഒരു സിറ്റുവേഷൻ വന്നാൽ എന്താണ് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്, ഇവിടെ പറയുന്നുണ്ട്, അതായത് ഹോസ്പിറ്റലിലെ നോർമൽ കപ്പാസിറ്റിനെ കൂടി ഇല്ലാത്ത തരത്തിൽ ഹോസ്പിറ്റലിൽ കപ്പാസിറ്റി ഉണ്ടാവും, ഇത്ര പേഷ്യൻസ് വേണമെന്നുള്ള കപ്പാസിറ്റി ഉണ്ട്, അതിൽ കൂടുതൽ കവിഞ്ഞാല് അവർക്ക് അവിടെ നോക്കാനായിട്ട് സാധിക്കില്ല, അവർക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ എന്താ ചെയ്യുന്നത്, disaster for hospital is a temporary lack of resources which is caused owing to sudden influx of unexpected patient load. നമ്മളിപ്പോ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് പേഷ്യൻസ് ലോഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്തുകൊണ്ടാണ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ പ്രത്യേകതരം പ്ലാൻ തയ്യാറാക്കിയിട്ടില്ല അല്ലേ. അപ്പൊ എന്താ വേണ്ടത്, ഒരു പ്രത്യേക പ്ലാൻ വേണം. Hospital disaster management give opportunity to plan, prepare and when needed enables a rational response in the event of disaster, mass casualty incidents. എന്താണ് ഇങ്ങനെ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ്, അതായത് ഇത്തരത്തിൽ ഡിസാസ്റ്റേഴ്സ് സംഭവിക്കുന്ന വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് ഡിസാസ്റ്റർ ഉണ്ടാവുന്ന സമയത്ത് ഒരു വ്യക്തമായ പ്ലാനും പ്രിപ്പറേഷനും അവർക്ക് ഉണ്ടായിരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു റെസ്പോൺസിബിൾ പ്ലാൻ ഉണ്ടായിരിക്കണം, അല്ലാത്ത പക്ഷം എന്താണ് അത് മാനേജ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിന് സാധിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണേ. Disasters and mass casualties can lead to great confusion and inefficiency in the hospital. They can overwhelm the hospital resources, staff, space and or supplies. ഞാൻ വായിച്ചിട്ട് പറഞ്ഞുതരാം. Lack of a tangible plan for or fall back upon in times of disaster leads to a situation where there are many sources of command, many leaders and no united efforts to solve the problem. Therefore, it's necessary that all hospital emergency plans have primary feature of defining the command structure in the hospital. അപ്പൊ എന്താണ്, ഇനി ഇത്ര തരത്തിലുള്ള ഇൻസിഡന്റ് ഉണ്ടായി കഴിഞ്ഞാല് ഹോസ്പിറ്റലിലെ വ്യക്തമായിട്ട് സപ്ലൈസ് ഉണ്ടായിരിക്കണം, റിസോഴ്സസ് ഉണ്ടായിരിക്കണം. അതിന് എന്ത് വേണം, ആ കൃത്യമായ എമർജൻസി പ്ലാനുകൾ എല്ലാ ഹോസ്പിറ്റലിലും നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. അല്ല, അതിനൊരു കമാൻഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു കമാൻഡ് സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. Then and to explorate and to extrapolate it to disaster scenarios with well-defined job definitions once the disaster button is pushed. അതായത് ഒരു പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം ഒരു കമാൻഡ് സ്ട്രക്ചർ ഉണ്ടാക്കി, അതായത് ഡിസാസ്റ്റർ സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു രൂപരേഖയാണ്, നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള രൂപരേഖ, ഒരു ഫോർമാറ്റ്, ഏതൊക്കെ സിറ്റുവേഷനിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിൽ ആരൊക്കെ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളൊരു കുറച്ച് കാര്യങ്ങൾ ഇതിനടങ്ങിയിട്ടുള്ള എന്താണ് ഡിസാസ്റ്റർ സെനാരിയോ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്ന സമയത്ത് ഒരു ഡിസാസ്റ്റർ ബട്ടൺ അവിടെ ഹോസ്പിറ്റലിൽ പുഷ് ചെയ്യപ്പെടുന്നു. അതിനനുസരിച്ചായിരിക്കും ബാക്കി എല്ലാ ആക്ടിവിറ്റീസും അവിടെ. നമ്മളത് ലാസ്റ്റ് ഭാഗമാകുമ്പോ ഡിസാസ്റ്റർ ബട്ടൺ എന്താണെന്നൊക്കെ പറഞ്ഞു തരും കേട്ടോ. അപ്പൊ നോക്കാം. അപ്പൊ അതിന്റെ അനുസരിച്ചായിരിക്കും അവിടെ വർക്കേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പം ഒരു ഹോസ്പിറ്റലിൽ എന്തുണ്ടായിരിക്കണം, ഒരു വൺ പേഷ്യൻസിന്റെ എക്സ്പ്ലോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള വ്യക്തമായ പ്ലാൻ ഉണ്ടായിരിക്കണം അല്ലെ. ആ ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അവിടുത്തെ സ്റ്റാഫുകൾക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എമർജൻസി പ്ലാൻ ഇല്ലാത്ത ഹോസ്പിറ്റൽസിൽ എന്താണ്, അത് മാനേജ് ചെയ്യാൻ, സിറ്റുവേഷൻ മാനേജ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കില്ല. ഓക്കെ,
ഇതുകൂടി ഒന്ന് പറഞ്ഞേക്കട്ടെ. ഇനി നമ്മുടെ ഡിസാസ്റ്ററിന്റെ 3 ഫേസസ് ആണുള്ളത്. ഡിസാസ്റ്ററിന് 3 ഫേസസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രീ ഡിസാസ്റ്റർ ഫേസ് ഒരു ദുരന്തം നടക്കുന്നതിന് മുമ്പുള്ള അല്ലെ. അപ്പൊ എന്താണ് അതിൽ ചെയ്യുന്നത്? ഇവാലുവേറ്റ് ദ റിസ്ക്. എന്തൊക്കെ റിസ്ക് ഉണ്ടാവും ഒരു അപകടത്തിന് എന്ന് അവർ ആദ്യം തീരുമാനിക്കും, ഇവാലുവേറ്റ് ചെയ്യും. അതിനുശേഷം പീപ്പിൾസിനെ, വർക്കേഴ്സിന് എന്താണ്, സ്റ്റാഫുകൾക്ക് പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നു. അതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ആദ്യം ഇവാലുവേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ, അതിനുശേഷമാണ് അവർക്ക് പരിശീലനം കൊടുക്കുക. സെക്കൻഡ് എന്താണ്? സെക്കൻഡ് ഫേസ് ഡിസാസ്റ്റർ ഫേസ് ആണ് അല്ലെ. ദ പീരിയഡ് വെൻ എ ഡിസാസ്റ്റർ ഈസ് ഡെവലപ്പിംഗ്. അതായത് ആ ഒരു പീരീഡില് ദുരന്തം വികസിച്ചു വരുന്ന ആ ഒരു സമയത്ത് ആ നടക്കുന്ന ഒരു ഫേസ് ആണ് ഡിസാസ്റ്റർ ഫേസ്. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? ദുരന്തത്തിന് ശേഷമുള്ള അല്ലെ, ആഫ്റ്റർ ദ ഡിസാസ്റ്റർ. പോസ്റ്റ് ദുരന്ത നിവാരണം എന്ന് പറയുന്നത് അല്ലെ, ദുരന്ത നിവാരണത്തിന് ശേഷമുള്ള ഫേസ്. അപ്പൊ 3 ഫേസസ് ആണ്: പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. ഓക്കെ, ഇതും കൂടി പറഞ്ഞിട്ട് നിർത്താം. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രീ ഡിസാസ്റ്റർ ഫേസ് അതായത് ആ ദുരന്തത്തിന് മുമ്പ് നടക്കുന്ന ആ ഒരു പ്രിപ്പയർഡ്നെസ്. ആദ്യം എന്താ ചെയ്യുന്നത്? പ്ലാൻ ചെയ്യും, പ്രിപ്പയർഡ് ചെയ്യും ആൻഡ് ട്രെയിനിങ് കൊടുക്കും. അതായത് പ്ലാനിങ്. മോസ്റ്റ് ഓഫ് ദി ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് പെർഫോംഡ് ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസ് ഹോസ്പിറ്റൽ പ്ലാൻ. അതിൽ നിന്ന് എന്താണ്? ഹോസ്പിറ്റൽ വ്യക്തമായ ഒരു പ്ലാൻ ചെയ്യും. ഏത് കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഡീൽ ചെയ്യുന്നതിനെ പറ്റിയ ഒരു പ്ലാനിങ്, ആസൂത്രണം ഉണ്ടായിരിക്കും. സെക്കൻഡ് എന്താണ്? ആ പ്ലാൻ ചെയ്ത കാര്യങ്ങള് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ ആക്കും. അതായത് രേഖപ്പെടുത്തുന്നു അല്ലെ. പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. പ്രിപ്പറേഷൻ ഓഫ് റിട്ടേൺ ഡിസാസ്റ്റർ മാനുവൽ. അതിലെന്താ ചെയ്യുന്നത്? ഒരു ഡോക്യുമെന്റ് ഫോമിലാക്കുന്നു. ആ പ്ലാനുകളെല്ലാം തന്നെ ഒരു റിട്ടേൺ ഡൗൺ ഡോക്യുമെന്റ്സ് ആക്കി മാറ്റിയതിനു ശേഷം എന്താണ്? കോപ്പീസ് ഓഫ് ദി സെയിം ഹാവ് ടു ബി അവൈലബിൾ ഇൻ ദ ഓൾ ഏരിയാസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ആ തന്നിരിക്കുന്ന പ്ലാനുകളൊക്കെ റിട്ടേൺ ഫോമിലാക്കിയിട്ട് ഹോസ്പിറ്റലിന്റെ എല്ലാ ഏരിയാസിലും എന്താണ് അതിന്റെ ഓരോ കോപ്പീസ് വെച്ചിട്ട് കൊടുക്കുന്നു. എന്തൊക്കെ നിർദ്ദേശങ്ങൾ ആരൊക്കെ എവിടെയാണ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡോക്യുമെന്റേഷൻ അവർക്ക് കൊടുക്കുന്നു. ഓക്കെ, ദെൻ അതിനുശേഷമാണ് എന്താ? സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് കൊടുക്കുന്നത്. അതിനെ പറ്റിയുള്ള കാര്യം എങ്ങനെ ചെയ്യാം അതിനെ പറ്റിയുള്ള പരിശീലനങ്ങൾ അല്ലെ, നിർദ്ദേശങ്ങളും പരിശീലനങ്ങളും സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നു. It's necessary for the staff to know about, get trained using hospital disaster emergency manual. ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളും എന്താണ്? ആ എമർജൻസി മാനുവൽ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിച്ചവരായിരിക്കണം അല്ലെ. അപ്പൊ റെഗുലർ സ്റ്റാഫ്സിന് എന്താണ്? അവർക്ക് പ്രത്യേകമായ ഡ്രിൽസുകൾ കൊടുക്കും. ഡ്രിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കും അല്ലെ. ഇന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന്റെ ഒരു പ്രാക്ടിക്കൽ പോലെ അവർക്ക് കാണിച്ചു കൊടുക്കും. Then once disaster plan get ready, the next stage would be education and training. അപ്പൊ പ്ലാൻ ചെയ്തതിനു ശേഷം എന്താണ്? പിന്നീട് അവർക്ക് അടുത്ത സ്റ്റേജില് അതിന്റെ പരിശീലനം കൊടുക്കുന്നു. എന്നിട്ട് ഓരോരുത്തർക്കും ഓരോ റോൾ, സ്പെസിഫിക് ആയിട്ടുള്ള റോൾ ആരൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ അവർക്ക് പ്രത്യേകം വീതിച്ചു കൊടുക്കും. അതായത് about the plan and specific role of each staff. ഓരോ സ്റ്റാഫ് മെമ്പേഴ്സും ആരൊക്കെ ഏതൊക്കെ ജോലികളാണ് ചെയ്യേണ്ടത് എന്നുള്ള റോള് അവർക്ക് വീതിച്ചു കൊടുക്കുന്നു. Then, most of the existing categories of health staff are needed to play a major role in disaster management. ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് മേജർ റോള് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് സ്റ്റാഫുകളാണ് അല്ലെ. ഹെൽത്ത് സ്റ്റാഫുകൾ തന്നെയാണ് മേജർ റോൾ, ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മേജർ റോള് കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, all of them required to be ready for the necessary managerial technical skill for the effective and systematic management of disasters. അപ്പൊ എല്ലാ സ്റ്റാഫുകളും എന്താണ്? ടെക്നിക്കലി സിസ്റ്റമാറ്റിക് ആയിട്ട് എന്താണ്? അവരത് ഏബിൾ ആവണം. അത് ആ വർക്ക്, ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ മറികടക്കാനുള്ള ഒരു പരിശീലനം അവർക്ക് ടെക്നിക്കലി എന്താണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, എന്നാൽ മാത്രം അവർക്ക് എഫക്റ്റീവ് ആയിട്ട് അത് ചെയ്യാനായിട്ട് സാധിക്കും. A hypothetical disaster
drill is used to perfect a hospital response to particular emergency situation. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ജോലിക്കാർക്ക് സ്റ്റാഫുകൾക്ക് എന്ത് കൊടുക്കുന്നു? ഒരു ഹൈപ്പോതെറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ, അതായത് സാങ്കല്പികമായിട്ട് ഇപ്പൊ ഒരു സിറ്റുവേഷൻ ഉണ്ടായെന്ന് വിചാരിക്കാം. അങ്ങനെ ഒരു സാങ്കല്പികമായിട്ടൊരു ഡ്രില്ല് കൊടുക്കുകയാണ് അവർ. ഈ സാഹചര്യം വന്നു, ഇന്ന ആൾക്കാർ ഏതൊക്കെ റോളുകൾ കൃത്യമായി എവിടെയൊക്കെ എങ്ങനെ ചെയ്യും, ആരൊക്കെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, എന്തൊക്കെ എക്സ്പെൻസുകൾ എടുക്കും എന്നതിനെ പറ്റി അവർക്ക് ഒരു സാങ്കല്പികമായ ഒരു ഡ്രില്ല് കൊടുക്കുകയാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ കൊടുത്തിട്ട് അവരോട് അത് ചെയ്യാൻ പറയും. അങ്ങനെയാണ് അവർക്ക് പരിശീലനം കൊടുക്കുന്നത്. നമ്മളിപ്പോ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ചെയ്യൂല, അതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ എങ്കിൽ മാത്രമേ എന്ത് പറ്റുള്ളൂ? Used to perfect a hospital response to particular emergency situation. An effective disaster drill has to be realistic, interactive, and moderately stressful for the participants. അപ്പൊ അവർക്ക് റിയൽ ആയിട്ട് ചെയ്യാൻ അവസരം കൊടുത്താൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അതുപോലെ റിയലിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യുള്ളൂ. ഇന്ററാക്ഷൻ ഉണ്ടാവും, ആരൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ എത്രത്തോളം സ്ട്രെസ്ഫുൾ ആണ് ആ സിറ്റുവേഷൻസ് എന്ന് നമ്മൾക്ക് അറിയണമൊക്കെ എന്താണ്? റിയൽ സിറ്റുവേഷൻ ആയിട്ട് ഒരു അവസരം കൊടുത്താൽ മാത്രമേ സ്റ്റാഫുകൾക്ക് അതിൽ പരിശീലിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്തിനാ മോക്ക് ഡ്രില്ലിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ലക്ഷ്യം എന്താണ്? മോക്ക് ഡ്രില്ല് ഈ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ഒരു ലക്ഷ്യം എന്താണ്? To access the emergency preparedness plan of the organization and scrutinize standard operating procedure so that concerned persons would perform their duties in an effective manner while keeping in a cognizance of life and property. ഇപ്പൊ മോക്ക് ഡ്രില്ല് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ജീവനക്കാർക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് വളരെ എഫക്റ്റീവ് മാനറിൽ അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വ്യക്തമായ പ്ലാനിങ്ങും പ്രിപ്പറേഷനും ട്രെയിനിങ്ങും കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ മാത്രമേ നമുക്ക് ഡിസാസ്റ്റർ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പെട്ടെന്നുള്ള സാഹചര്യത്തിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാലൊന്നും നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല, എസ്പെഷ്യലി ഹോസ്പിറ്റലുകളിൽ. അപ്പൊ അതിന് നേരത്തെ അവർക്ക് പരിശീലനം ലഭിച്ചാൽ മാത്രമേ അത് എഫിഷ്യന്റ് ആയിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് പ്ലാനിങ്ങും പ്രിപ്പറേഷനും സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങും വരുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കണോട്ടോ ക്ലാസ് കഴിയുമ്പോൾ. ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോളൂ കേട്ടോ. ഓക്കെ, വായിച്ചു നോക്കണം കേട്ടോ. ഡിസാസ്റ്റർ മാനേജ്മെന്റ് വായിച്ചു നോക്കണം.